സുഹൃത്തുക്കളെ, അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ടുവല്ലോ എല്ലാവരും അല്ലേ? ആ വീഡിയോയിൽ ഓൾറെഡി അതിന് മേളിൽ എഴുതിയിട്ടുണ്ട് എന്താ കാര്യം എന്നുള്ളത്. അത് ക്ലിയറായി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനത് പറയാം. അത് ഒരു കോളേജിൽ വെസ്റ്റ് ബംഗാളിലുള്ള ഒരു ടീച്ചർ, അതായത് പ്രൊഫസർ ഓർ ലെക്ചർ വാട്ട് എവർ, സോ ആ പ്രൊഫസറും അവിടെ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള കല്യാണ വീഡിയോ ആണ്. കല്യാണ വീഡിയോ പറഞ്ഞാൽ ആ ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ അവർ തമ്മിൽ കല്യാണം കഴിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ടു. ആ ചെക്കൻ നെറ്റിയിൽ സിന്ദൂരം തൊടിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ വേറെ കുട്ടികളുണ്ടാവും, അവർ വീഡിയോ എടുത്തു. ഈ സംഭവം നടന്നപ്പോൾ വീഡിയോ എടുത്തു. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തേതൊക്കെ ഇങ്ങനെ ചൂടപ്പം പോലെ വിറ്റഴിയാന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വൈറലായി കഴിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ. സോ അത് തന്നെ ഇവിടെ സംഭവിച്ചു. വീഡിയോ ആരോ പോസ്റ്റ് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോഴേക്കും ഈവൻ വൈറലായാലും ഇല്ലെങ്കിൽ പോലും ആരെങ്കിലും കുട്ടികൾ പറഞ്ഞിട്ടാണെങ്കിലും അവിടെ മാനേജ്മെന്റ് അറിയും. കോളേജ് മാനേജ്മെന്റ് അറിയാണ്ടിരിക്കില്ലല്ലോ. സോ മാനേജ്മെന്റ് ഇങ്ങനെ സംഭവം നടന്ന് അറിഞ്ഞു. ഇങ്ങനെ ഈ പ്രൊഫസറും ഫസ്റ്റ് ഇയർ, അതായത് അവിടെ ജസ്റ്റ് +2 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, ആൺകുട്ടിയാണ്. ആ കുട്ടിയും തമ്മിൽ ഇങ്ങനെ കല്യാണം കഴിച്ചതായിട്ടും വീഡിയോ എടുത്തതായിട്ടും അറിഞ്ഞു. സോ മാനേജ്മെന്റ് ഇവരെ സസ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് ഫർദർ എൻക്വയറീസ് ഉണ്ടാവുമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് എന്താണുള്ള എക്സ്പ്ലനേഷൻ ചെയ്യണം. സോ ഇവളവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചതല്ല, അത് ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെമോ പോലെ നടത്തിയതാണ് എന്നാണ് ഇവള് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് എത്ര മാത്രം വിശ്വസിക്കാമെന്നറിയില്ല. ഈവൻ മാനേജ്മെന്റും അത് വിശ്വസിച്ചിട്ടില്ല. എന്താ പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു സൈഡിൽ നിന്ന് അവളുടെ എക്സ്പ്ലനേഷൻ വന്നു. അതപ്പോൾ ആരായാലും നമ്മളെ സ്വന്തമായിട്ട് ന്യായീകരിക്കാനല്ലേ നമ്മൾ നോക്കുള്ളൂ, അല്ലാണ്ട് ഞാൻ തെറ്റ് ചെയ്തു എന്നോട് ക്ഷമിക്കണം എന്ന് പറയില്ല. സോ അതുകൊണ്ട് തന്നെ ഇവള് പറയുന്നത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം മാനേജ്മെന്റ് ഫർദർ എൻക്വയറീസ് നടത്തി എല്ലാവരുടെ അടുത്തും അന്വേഷിച്ച് അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിഞ്ഞ ശേഷം മാത്രമേ അവർക്ക് നെക്സ്റ്റ് നടപടികളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അവരെ ഡിസ്മിസ് ചെയ്യോ വാട്ടെവർ എന്തെങ്കിലും ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെ നമ്മൾക്കും അറിയില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്. എങ്കിൽ പോലും ഒരു പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഡെമോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ ഭാഗം എന്നുള്ള രീതിയിൽ കല്യാണം നടത്തേണ്ട ആവശ്യമുണ്ടോ? കല്യാണം നടത്തണം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയും കല്യാണം അതൊക്കെ എന്താണ് പണ്ടത്തെ ആളുകൾ കണ്ടുപിടിച്ചതല്ലേ എന്ന് പറയും. ഓൾറെഡി നമ്മൾ കുറെ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഈ ന്യൂജൻ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് കല്യാണത്തിലൊന്നും വലിയ താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, അതൊക്കെ അവരുടെ ഇഷ്ടം. ആ കല്യാണം എന്നുള്ളത് എപ്പോ തൊട്ടോ പണ്ട് തൊട്ടോ എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ ആനിമൽസും ഹ്യൂമൻ ബീയിങ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ആനിമൽസിന് അതിന്റെ അച്ഛനെയോ അമ്മയോ കുട്ടിയോ ഒന്നും വേർതിരിച്ചറിയാണ്ട് അവർ അത് അങ്ങനെ ജീവിക്കണു എന്നുള്ളതാണ് അല്ലെ. സോ അതിൽ നിന്ന് ഹ്യൂമൻ ബീയിങ്സ് അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ കല്യാണം എന്നുള്ളതും അവർ ഒരുമിച്ച് ജീവിക്കണം, പറ്റിയാൽ ലൈഫ് ലോങ് അവർ ഒരുമിച്ച് ജീവിക്കണം, വേറൊരു ബന്ധത്തിൽ പോകരുത്, അങ്ങനത്തെ കുറെ ചിന്താഗതികൾ കൊണ്ടാണ് ഈ കല്യാണം എന്നുള്ള ആ ഒരു രീതിയൊക്കെ നമ്മൾക്ക് വന്നത്. സോ ഇപ്പോഴത്തെ കുട്ടികൾ അതിനെയൊക്കെ ഓവർകം ചെയ്താലൊന്നും ആവശ്യമില്ല. ഓക്കെ, അതൊക്കെ ഓക്കെ. പക്ഷെ ഇപ്പോ ഈ നടന്നിരിക്കുന്നത്, ഈ ക്ലാസ് മുറിയിൽ വെച്ചിട്ട് കല്യാണ നാടകം എന്നുള്ളത് ഒരു ആവശ്യമാണോ? അത് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്? എന്ത് പ്രോജക്റ്റ്? കുട്ടികൾക്ക് അറിയില്ലേ കല്യാണം എന്താണെന്ന്? അത് ഈ പ്രൊഫസർ വന്നിട്ട് കുട്ടിയായിട്ട് നീ ഇങ്ങനെ മാല ഇടണം, നീ എനിക്ക് നെറ്റിയിൽ പൊട്ട് തൊടണം, അങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് വേറെ ആരെങ്കിലും ആവാം. പക്ഷെ ആ വീഡിയോ എടുക്കുന്ന സമയം ആ ടീച്ചറിനും അറിയാമായിരിക്കുമല്ലോ അത് എന്തായാലും പുറത്തറിയും, ആളുകൾ അറിയും എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ വീഡിയോ എടുക്കാണ്ട് ആരെയും അറിയിക്കാണ്ട് സീക്രട്ടായിട്ട് ചെയ്യണമായിരുന്നു. സോ നമ്മളിങ്ങനെ രണ്ട് രീതിയിലും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റ്, പക്ഷെ അത് ഒരു ഡൈജസ്റ്റ് ആവുന്നില്ല. അത് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്നത് ആക്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഈവൻ നമുക്കറിയാം പ്രൊജക്ടർ ഉണ്ട്. സോ നമുക്ക് ഏത് രീതിയിൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് ക്ലാസ് റൂമിൽ അത് കാണിക്കാവുന്നതേ ഉള്ളൂ എന്താണ് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ലൈവായിട്ട് ഡെമോ ആയിട്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല.
പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സ്ട്രേഞ്ച് ആയി തോന്നി. ഇപ്പോഴത്തെ കാലത്ത് പിന്നെ നമുക്ക് അറിയാലോ, ടീച്ചർ കുട്ടി അങ്ങനത്തേതൊന്നും ഇല്ല. ശരി, അങ്ങനെ റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെയും അവർക്കത് ഈ ക്ലാസ്സിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് കാണിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ കുട്ടി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടി പറയുമ്പോൾ ഒരു 17-18 ഇയേഴ്സ് ഓൾഡല്ലേ ഉണ്ടാവുള്ളൂ ആ കുട്ടിക്ക്. അവന് ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണം, അങ്ങനെ അത്രയ്ക്കുള്ള ആ മെച്യൂർ ആയിട്ടുള്ള ചിന്തകളൊന്നും വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്തു എന്നുള്ളതിന് ഇനിയും നമുക്ക് ആൻസർ കിട്ടിയിട്ടില്ല. ആ കുട്ടി ഇനിയും ഒന്നും പറഞ്ഞിട്ടില്ല. ടീച്ചറിന്റെ ഭാഗത്ത്, ടീച്ചറാണല്ലോ മെച്യൂർ ആയിട്ടുള്ള ആളും അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളും. കാരണം അവരൊരു ടീച്ചറാണ്, ഇതൊരു സ്റ്റുഡന്റ് ആണ്. സോ സ്റ്റുഡന്റിനെ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ടീച്ചറാണ് അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ആളും. അതുകൊണ്ട് തന്നെ ആ ടീച്ചർ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഇത് എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇത് ഡെമോ ക്ലാസ്സോ വാട്ട് എവർ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് തോന്നിയത്?